എല്ലാവർക്കും നമസ്കാരം. ടാറോട്ട് ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു വ്യത്യസ്ത ടാറോട്ട് റീഡിംഗ് ആണ് നടത്തുന്നത്. പേരുകളെ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് നടത്തുന്നത്. നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള റീഡിങ്, പല സ്പീഡിലും പല രീതിയിലുള്ള റീഡിംഗ് കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഞാൻ റീഡിംഗ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് കമൻറ്റ് ചെയ്യാനും, നിങ്ങളുടെ അതായത് ഓരോ എ മുതൽ സെഡ് വരെയുള്ള അക്ഷരങ്ങൾ ഉള്ള പേരുകാരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ലൈഫിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുഡായിട്ടാണ് ഞാൻ ഈ റീഡ് ചെയ്യണത്, നല്ലതായിട്ടാണ് തോന്നണമെങ്കിൽ ഒരു ഗുഡ് എന്ന് എഴുതാനും മടി കാണിക്കരുത്. കാരണം അത് എനിക്കൊരു പ്രോത്സാഹനമാണ്. ഈ ഒരു ഫീൽഡിൽ എനിക്കൊരു പ്രോത്സാഹനമാവും. ഒട്ടേറെ സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫിലൂടെ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഒന്നും ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്നൊക്കെ പകച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് ഹെൽപ്ഫുള്ളാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് എതിരെ ഒട്ടേറെ പേരുണ്ടാവാം അത്തരം കാര്യങ്ങൾ. കമൻ്റ് തന്നെ ഫസ്റ്റ് കമൻറ്റ് വന്നതും അതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഞാൻ വറീഡ് ആവണില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. ലോകം നമ്മളിലേക്ക് ചുരുങ്ങല്ല, നമ്മൾ ലോകത്തിലേക്ക് വളരെയാണ് വേണ്ടത് എന്ന് ധരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ കൂടെ കൂടാനും മറക്കല്ലേ. നമുക്ക് റീഡിംഗ് എടുക്കാം. എന്താണ് ഇന്ന് ഡി എന്ന അക്ഷരക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എന്താണ് അവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചേക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കാർഡൊന്നും ഞാൻ നന്നായി ഷഫിൾ ചെയ്ത് വെക്കുകയാണ്. ഷഫിൾ ചെയ്തിട്ടാണ് ഞാൻ വെക്കുക എപ്പോഴും. എന്നിരുന്നാലും ഒന്നുകൂടി നന്നായി ഷഫിൾ ചെയ്യാം. ആദ്യ കാർഡ് ഡി എന്ന അക്ഷരക്കാർക്ക് ആദ്യ കാർഡ് കിട്ടിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ്. ഈ ടെമ്പറൻസ് കിട്ടുമ്പോൾ അവർ നല്ല ആശയമുള്ള വ്യക്തികളായിരിക്കാം. അതിര് കടന്ന ആശയം എന്ന് പറയാം. അതായത് ഒരുപാട് ഭാവന ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതിര് കടന്ന ഉള്ളവരായിരിക്കാം. പക്ഷെ അതിര് കടന്ന ആശയം ഉണ്ടെങ്കിലും അവർ ഉറച്ചു നിൽക്കണില്ല, എവിടെയും ഉറച്ചു നിൽക്കണില്ല. ഒരു ആശയം വന്നു, അത് നടപ്പാക്കണതിനാട്ടി മുൻപ് തന്നെ മറ്റൊരാശയം അവരെ മനസ്സിലേക്ക് വന്നു. അത് ചെയ്താലോ, പലതും. അതായത് ഉറച്ചു നിൽക്കണില്ല. ആ ടെമ്പറൻസിനെ നോക്കിയാൽ തന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയണില്ല. ഒരു കാല് വെള്ളത്തിലും ഒരു കാല് ഭൂമിയിലുമാണ്. അപ്പോൾ അവർ ഒന്നിലും ഉറച്ചു നിൽക്കണില്ല എന്ന് പറയാം. ആശയങ്ങൾ പലതും ഉണ്ടെങ്കിലും കൂടി അത് പ്രായോഗികമായി നടപ്പാക്കാൻ അവർക്ക് കഴിയണില്ല. ഒരു സ്ഥിരത ഇല്ല എന്ന് പറയാം. അടിസ്ഥാനപരമായിട്ട് അത് നമുക്ക് വന്നൊരു ആശയം അത് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നടപ്പാക്കണില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാർഡ് അവർക്ക് കിട്ടിയെടുക്കുന്നത് 9 ഓഫ് വാൺസ് ആണ്. ഈ 9 ഓഫ് വാൺസ് പറയുമ്പോൾ പ്രയാസകരം അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർ ആ സങ്കല്പത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത കാരണം കൊണ്ട് പ്രയാസകരമായ ഒരു സമയത്തിൽ കൂടെ അവർ കടന്നു പോയി എന്ന് തന്നെ വേണം കരുതാൻ. പല രീതിയിലും പ്രയാസങ്ങൾ അവർക്ക് നേരിട്ടിട്ടുണ്ടാവാം. പലയിടത്തും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നിട്ടുണ്ടാവാം. പക്ഷെ നല്ല ഉൾക്കരുത്തുള്ള ആൾക്കാരാണ്. കാരണം ഉൾക്കരുത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. കാരണം എന്ത് ചെയ്താലും തളരില്ല എന്ന് പറഞ്ഞ് അടുത്തതിനെ നോക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നും പറ്റണ ഒരാൾക്കാരാണ് ഡി എന്നുള്ള പേരുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് കഴിഞ്ഞ അനുഭവങ്ങൾ കുറെ വേദനകൾ നൽകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത കാരണം കൊണ്ട് അവർക്ക് ജീവിതത്തിലൂടെ പല സാഹചര്യങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടി നല്ല ശക്തമേറിയ ഒരു മനസ്സിനുടമയാണ്. നല്ല ധൈര്യം, അതേപോലെ തന്നെ എന്തിനെ പിടിച്ചു നിൽക്കാനും ഏതൊരു സാഹചര്യത്തെയും നോക്കിക്കണ്ട് അതിൽ നിന്ന് പുറത്തു വരാനും, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരാനും കഴിവുള്ള അവരെ പ്രസൻസ് ഇപ്പൊ അങ്ങനെയാണ് കാണിക്കുന്നത്. പ്രയാസകരമായ ഒരു സമയമാണ് അവർക്ക്. എന്നിരുന്നാൽ പോലും അവരതൊന്ന് പുറത്തു കടക്കാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ 9 ഓഫ് വാൺസ് കാണിക്കുന്നത് കരുത്തിന്റെയും പ്രതീകത്തിന്റെയും ഒരു ലക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അവർക്ക് ഫ്യൂച്ചറിലേക്ക് അവർക്ക് പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നേറാൻ കഴിയും എന്ന് യൂണിവേഴ്സ് മെസ്സേജ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ
നല്ല കാർഡാണ് കിട്ടിയേക്കുന്നത്. നൈറ്റ് ഓഫ് വൺസ്. നിങ്ങൾ മുന്നേറാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ട് ഉത്സാഹത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയിട്ട് മുന്നേറാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കാരണം ഒരു രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസൻസ് കിട്ടിയത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ, പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആലോചനയിലും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, എങ്ങനെ മുന്നേറണം എന്നുള്ള ആ ഒരു ആലോചനയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ അതിശക്തമായിട്ട് ഉത്സാഹത്തോടും പ്രോത്സാഹനത്തോടും കൂടിയിട്ട് നിങ്ങളുടെ മേഖല തിരഞ്ഞെടുക്കുകയും അതിലേക്ക് നിങ്ങൾ വരികയും അതിനായി വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയും അതിലേക്ക് തീർച്ചയായും പോവുകയും ചെയ്യുമെന്ന് തന്നെ യൂണിവേഴ്സ് പറയണം. അപ്പൊ നിങ്ങൾ എന്താണോ ഭാവനയിൽ സങ്കല്പത്തിൽ നിങ്ങൾ കരുതി വെച്ച തൊഴിലാണോ, നിങ്ങളുടെ പാഷനാണോ, എന്താണെങ്കിലും അതിലേക്ക് ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ആവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിട്ടിയത് നൈറ്റ് ഓഫ് വാൺസ് ആണെന്ന് പറയുമ്പോൾ ഒട്ടേറെ സഞ്ചാരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും. അതല്ല ജോലിയിലാണ് യാത്ര, ഇപ്പൊ ദൂരെ യാത്ര ചെയ്തിട്ട്, അതായത് ഒരു നമ്മുടെ ഇപ്പൊ ജോലി സ്ഥലം മാറുക, അതിനാണ് ഇപ്പൊ ദൂരയാത്ര എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പുതുതായി ഒരു ജോലി സ്ഥലത്തേക്ക് പോകണ്ടേ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകും. നല്ല ഒരു കാർഡന്നെ കിട്ടിയേക്കണത്. വിദേശത്തേക്കാണ് പോവാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അതും നല്ല കാർഡന്നെയാണ്. കാരണം എന്തിനും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിശക്തമായി കരുത്തോട് കൂടിയിട്ട് തന്നെ നേരിടാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഡി എന്ന നാമത്തിലുള്ളവർ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയണത്. അപ്പൊ നിങ്ങൾക്ക് വിദേശം പോകണം എന്നുള്ള ആൾക്കാരാണെങ്കിലും അതിന് പറ്റിയ സാഹചര്യം ഉണ്ട്. യാത്രയാണല്ലോ കാണിക്കുന്നത്, ഒരു മരുഭൂമിയും കുതിരയും ഒക്കെയാണ്. ഒരു വാൺസ് പിടിച്ചിട്ടാണ്, ഒരു വടി പിടിച്ചിട്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്യണതാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിദേശത്താണ് ഒരു ജോലി കിട്ടിയെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്, മാനസിക പ്രയാസത്തിൽ എന്ത് വേണം എന്ന് ആലോചിക്കുകയാണ് ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് യൂണിവേഴ്സ് പറയണത്, മുന്നോട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്ത് സങ്കല്പം ചെയ്യണമെങ്കിലും, എന്തിനെ കുറിച്ച് ഒരു ആധികാരികമായിട്ട് ഒരു സങ്കല്പം ചെയ്താലും അതിനെ ഉറച്ചു നിൽക്കാൻ, കാരണം ആദ്യം കിട്ടിയ കാർഡ് ടെമ്പറൻസ് ആയ കാരണം കൊണ്ട് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. കാരണം പകുതി ഇറങ്ങിയിട്ട് പകുതി കയറാതെ, അല്ലെങ്കിൽ ഒരു കാല് ഭൂമിയിലും ഒരു കാല് വെള്ളത്തിലുമാണ്. അപ്പോൾ ഒന്നിലും ഉറച്ചു നിൽക്കാതിരിക്കരുത്. നന്നായി ഉറപ്പിച്ച് തന്നെ നിന്നിട്ട് എന്തിനും തുടരുക, അല്ലെങ്കിൽ എന്തിനും ഏത് തൊഴിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണെങ്കിലും നിങ്ങൾ പാഷനാണ് കണ്ടെത്തേണ്ടത്. കാരണം നിങ്ങൾ ഭാവന ചെയ്യണ മാത്രമേ ഉള്ളൂ, പാഷൻ കണ്ടെത്തുന്നില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ പാഷൻ എങ്കിൽ അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നുള്ള നിർദ്ദേശം. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ ഗുഡ്, എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ഗുഡ് എന്നോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അതൊന്ന് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത ദിവസം ഞാൻ ആഴ്ചയിൽ ഒരു റീഡിംഗ് ആണ് നടത്താമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്കെന്തോ ആഴ്ചയിൽ പോരാ എന്നൊരു മനസ്സിലൊരു തോന്നിയപ്പോൾ ഞാൻ 1-2 ദിവസങ്ങൾ റീഡിംഗ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ദിവസം ഡെയിലി റീഡിംഗ് ആക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം.